Habibi, welcome to Egypt. ഇന്നത്തെ വ്ളോഗ് എന്തിനെക്കുറിച്ചാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എൻ്റെ പിന്നിൽ കാണുന്ന ഐറ്റം അത്രമാത്രം പോപ്പുലറാണ്. ഈജിപ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് പിരമിഡും മമ്മിയൊക്കെയാണ്. Habibi, come to Egypt. വിയന്നയിൽ നിന്നും ഗ്രീസ് വഴിയായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. പലസ്തീൻ ഇസ്രായേൽ രാജ്യങ്ങളോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈജിപ്റ്റ് യാത്ര അവസാന നിമിഷമാണ് ഞാൻ കൺഫേമാക്കി കയറിപ്പോയത്. ആഥൻസിൽ നിന്ന് കെയ്റോയിലേക്ക് 2 മണിക്കൂറാണ് ഫ്ലൈയിങ് ടൈം. ഞാനിപ്പോൾ ആഥൻസ് എയർപോർട്ടിലാണ്. ഇവിടെ നിന്ന് കെയ്റോയിലേക്കുള്ള ഫ്ലൈറ്റ് വൈകുന്നേരം 5:15 3.5 മണിക്കൂറോളം ലേ ഓവറുണ്ട്. ആഥൻസിൽ കഴിഞ്ഞ വർഷം വന്നിട്ട് പോയുള്ളൂ. 1 വർഷത്തിന് ശേഷം വീണ്ടും എനിക്ക് ഇവിടെ വരാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഒട്ടും വിചാരിച്ചില്ല ആഥൻസിൽ വീണ്ടും വരേണ്ടി വരുമെന്ന്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് എയർപോർട്ട് വെളിയിലോട്ടൊന്ന് ഇറങ്ങിയിട്ട് കയറാമെന്ന് വിചാരിച്ചു. മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ കെയ്റോ എത്തുന്നതിന് തൊട്ട് മുമ്പ് മനോഹരമായൊരു സൺസെറ്റ് എനിക്ക് കാണാൻ സാധിച്ചു. കെയ്റോയുടെ ആകാശ ദൃശ്യം ശരിക്കും ആരെയും അമ്പരപ്പിക്കുന്നതാണ്. 20 മില്യൺ പോപ്പുലേഷനുള്ളൊരു മഹാനഗരം. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെയും കൊച്ചിയുടെയൊക്കെ ഏതാണ്ട് 20 ഇരട്ടി. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ എത്ര വലിയ സിറ്റി ആയിരിക്കുമെന്നത്. അങ്ങനെ ആഥൻസിൽ നിന്ന് ഞാൻ കെയ്റോയിലെത്തി. ഇവിടെ എന്നെ കാത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് റമീസ് കാത്ത് കൊണ്ടായിരുന്നു. അദ്ദേഹം കാറുമായിട്ട് നിന്നിട്ടുണ്ട്. ഇനി നേരെ ഹോട്ടലിലേക്ക്. അപ്പോൾ കെയ്റോയിലെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. ഞങ്ങൾ പിരമിഡ് കാണാൻ പോവുകയാണ്. റമീസ് ഞങ്ങൾക്കൊരു ഗൈഡിനെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. എൽഹം എന്നാണ് പുള്ളിക്കാരുടെ പേര്. അപ്പോൾ ഇനി ഗിസയിലേക്കുള്ള യാത്രയാണ്. ഇദ്ദേഹമാണ് മിലന്ദ്. ഹലോ. അപ്പോൾ മിലന്താണ് ഞങ്ങളെ കെയ്റോയുടെ മിഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. രാവിലെ പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് അദ്ദേഹം എത്തിയിട്ടുണ്ട്. 8 മണിക്കാണ് പറഞ്ഞതെങ്കിലും 9:00 എത്തിയിട്ടുണ്ട് ആശാൻ. ഇത് കെയ്റോയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ക്വയറാണ്, തഹീർ സ്ക്വയർ. ഞാൻ താമസിക്കുന്ന ഹോട്ടലിന് തൊട്ടടുത്താണ് ഈജിപ്ഷ്യൻ മ്യൂസിയം. മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. വരും എപ്പിസോഡിൽ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ നദി. 11 ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെയാണ് ഈ മഹാനദി ഒഴുകുന്നത്. അതും സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് ഈ നൈലിൻ്റെ ഒഴുക്ക്. ഗിസ മരുഭൂമിയിലാണ് പിരമിഡ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. കെയ്റോ തഹീർ സ്ക്വയറിൽ നിന്ന് 21 കിലോമീറ്റർ അകലെയാണ് പിരമിഡുകൾ. ഏതാണ്ട് 1/2 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് കാറിലൂടെ എത്താൻ സാധിക്കും. അങ്ങനെ എൻ്റെ വളരെ കാലത്തെ ആഗ്രഹങ്ങളിലൊന്നായ പിരമിഡ് ദർശനം. മനസ്സിലെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. പൊളി. ഈ പിരമിഡ് കോംപ്ലക്സിന് ഉള്ളിലേക്ക് കയറാനായി നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഇവിടെ കാർഡ് മാത്രമേ എടുക്കത്തുള്ളൂ. കറൻസികളൊന്നും തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. വിസ കാർഡോ മാസ്റ്റർ കാർഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഗൈഡ് എൽഹം ഓരോ ഡീറ്റെയിൽസും പറഞ്ഞു തന്നുകൊണ്ട് മുന്നേ നടക്കുകയാണ്. കുറച്ച് നാളുകളായി ഞാൻ പല ഷോപ്പുകളിലും തപ്പി നടന്ന ഒരു ഐറ്റമായിരുന്നു ടൈഗർ ഷോൾ. എന്തായാലും 150 ഈജിപ്ഷ്യൻ പൗണ്ടിന് ഇവിടെ നിന്ന് ഒരെണ്ണം സംഘടിപ്പിച്ചു. ബെദോയിൻ സ്കാർഫ് എന്നാണ് ഇതിനെ ഈജിപ്തിൽ പറയുന്നത്.
ടൂറിസ്റ്റ് വണ്ടികളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമൊന്നും ടൂറിസ്റ്റുകളുടെ ഒഴുക്കിന് യാതൊരു കുറവും വരുത്തിയിട്ടില്ല. ഇതാണ് പിരമിഡ് കോംപ്ലക്സിൻ്റെ ഒരു ഏരിയൽ വ്യൂ. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഫറവോ ഖുഫുവിൻ്റെ പിരമിഡിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫറവോ ഖുഫുവിൻ്റെ മകനാണ് കാഫ്രെ. കാഫ്രയുടെ മകനാണ് മെൻകൗറെ. ആ യെല്ലോ റൗണ്ടിനുള്ളിൽ കാണുന്ന ഇടത്താണ് സ്ഫിങ്സിൻ്റെ സ്ഥാനം. മെൻകൗറയുടെ പിരമിഡിന് മുന്നിൽ 3 ചെറിയ പിരമിഡുകൾ കൂടി കാണാൻ സാധിക്കും. പിരമിഡിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് പിരമിഡുകളെക്കുറിച്ചുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതാണ് പിരമിഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് ഫേസ് കോറിഡോറിൻ്റെ മുന്നിലാണ്. പുരാതന കാലത്ത് ഈജിപ്തിലെ രാജാക്കന്മാർ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ ശവകുടീരങ്ങൾ പണികഴിപ്പിക്കുമായിരുന്നു. പുരാതന ഈജിപ്തുകാർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശവശരീരങ്ങൾ മമ്മിഫിക്കേഷൻ എന്ന പ്രോസസ്സ് ചെയ്ത് കോഫിൻ അല്ലെങ്കിൽ സാക്കോഫഗസ് എന്നറിയപ്പെടുന്ന ശവപ്പെട്ടികളിൽ സൂക്ഷിച്ചിരുന്നു. രാജാക്കന്മാരുടെ മമ്മികൾ പിരമിഡുകൾ കെട്ടി അതിനുള്ളിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. പിരമിഡുകളെന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഓർമ്മ വരുന്നത് ഈജിപ്തിനാണെങ്കിലും സുഡാൻ, നൈജീരിയ, ഗ്രീസ്, സ്പെയിൻ, പെറു തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പിരമിഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പിരമിഡുകൾ കണ്ടെത്തിയിട്ടുള്ള രാജ്യം സുഡാനാണ്. 220 പിരമിഡുകൾ. പിരമിഡിനകത്തേക്ക് കയറാൻ പോവാണ്. വളരെ നാരായിട്ടുള്ള ഒരു പാസേജാണ്. പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അകത്ത് കയറിയാൽ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഖുഫുവിൻ്റെ പിരമിഡിനുള്ളിലെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. പിരമിഡിനുള്ളിലേക്ക് കയറാൻ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. ഇതിനകത്ത് നല്ല ചൂടാണ്. അതുപോലെ തന്നെ വളരെ നീണ്ട ഒരു ക്യൂവും ഉണ്ട്. ഏതാണ്ട് അരമണിക്കൂറുള്ള എടുക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. എത്ര സമയം എടുക്കും നമുക്ക് കണ്ടറിയാം. എന്തായാലും അകത്തോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഏതാണ്ട് ഒരു 30-35 മീറ്റർ അകത്തോട്ട് വരുമ്പോഴത്തേക്കും ആ പ്രവേശന ഇടനാഴിയുടെ നമ്മൾ കയറി വരുന്ന ഇടനാഴിയുടെ എൻഡ് ഇവിടെയാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് വളരെ ഇടുങ്ങിയ ഒരു ഇടനാഴിയാണ്. ഈ ക്ലൗസ്ട്രോഫോബിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ പുറത്ത് നിൽക്കുന്നതായിരിക്കും ഉചിതം. ഇവിടെ നിന്ന് മുകളിലേക്ക് ഏതാണ്ട് 80-90 ഡിഗ്രിയോളം ബെൻഡ് ചെയ്ത് മാത്രമേ നമുക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. വളരെ ഇടുങ്ങിയ ഒരു ഇടനാഴിയാണ്. വളരെ ടഫാണ്. BC 3200 നിർമ്മിച്ചതാണ്. 5000 വർഷത്തോളം പഴക്കമുണ്ട്. ഇതെങ്ങാനും ഇടിഞ്ഞ് തലയിൽ കൂടെ വിടുമെന്നാണ് എൻ്റെ പേടി. നമ്മളിപ്പോൾ ഗ്രാൻഡ് ഗാലറിയുടെ മുന്നിലെത്തി. ഇവിടെ നമുക്കൊരു ഗേറ്റ് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇതുവഴി പോയാൽ ക്വീൻസ് ചേംബറിലെത്താം. ഗ്രാൻഡ് ഗാലറി വഴി മുകളിലേക്ക് പോയാൽ കിങ്സ് ചേംബറിലും എത്താം. ഈ ചേംബറുകൾക്കുള്ളിലാണ് രാജാവിൻ്റെയും രാജ്ഞിയുടെയൊക്കെ മമ്മികൾ ഉണ്ടായിരുന്നത്. ഗ്രാൻഡ് ഗാലറി വഴി രാജാവിൻ്റെ അറയിലേക്ക്. അങ്ങനെ 20 മിനിറ്റുകൾക്ക് ശേഷം കിങ്സ് ചേംബറിൻ്റെ മുന്നിലെത്തി. ഇവിടെ ചെറിയൊരു ടണലുണ്ട്. അതുവഴി നമുക്ക് അകത്തേക്ക് കയറാൻ സാധിക്കും. ഇവിടെയായിരുന്നു ഫറവോ ഖുഫുവിൻ്റെ മമ്മി തിരഞ്ഞതെങ്കിലും സാക്കോഫാഗസ് ശൂന്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു. ഈ ഫറവോ ഖുഫു ചില്ലറക്കാരനല്ല. 9 ആൺമക്കളും 16 പെൺമക്കളും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ പിരമിഡുകൾ ഒരു ലോകാത്ഭുതമൊക്കെ ആണെങ്കിലും ക്രൂരതയുടെ ഒരു അടയാളം കൂടിയാണിത്. ആയിരക്കണക്കിന് അടിമകളെ ഉപയോഗിച്ചാണ് ഇത് കെട്ടിപ്പൊക്കിയതെന്ന് പറയപ്പെടുന്നു. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ വലുതാണ്. ഇതിൻ്റെ ഒരു പീസ് കല്ലിൻ്റെ തന്നെ ഏതാണ്ട് എൻ്റെ തോളിൻ്റെ അത്ര എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും വലിപ്പമുള്ള കല്ലുകളൊക്കെയാണ്. ഓരോ കല്ലിനും ആവറേജ് 2000 കിലോയോളം വെയിറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള 23 ലക്ഷത്തോളം കല്ലുകൾ കൊണ്ടാണ് ഇത് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഇത്രയും ഭാരമുള്ള കല്ലുകൾ എങ്ങനെ മുകളിൽ എത്തിച്ചു എന്ന ചോദ്യത്തിന് പലതരം അഭിപ്രായങ്ങളും തിയറികളും ഒക്കെ നിലവിലുണ്ടെങ്കിലും ഏതാണ് 100% ശരിയെന്ന് ഇതുവരെയും ഉറപ്പിക്കാനായിട്ടില്ല. ഏൻഷ്യൻ്റ് വേൾഡ് വണ്ടേഴ്സിലും മോഡേൺ വേൾഡ് വണ്ടേഴ്സിലും ഉൾപ്പെട്ടിട്ടുള്ള ഒരേ ഒരു വണ്ടർ ദ ഗ്രേറ്റ് പിരമിഡ് മാത്രമാണ്. മാത്രമല്ല
പഴയ ലോകാത്ഭുതങ്ങളിൽ അവശേഷിക്കുന്ന ഒരേ ഒരു അത്ഭുതവും പിരമിഡ് മാത്രമാണ്. ഈ കാണുന്നതാണ് ഫറോ കുഫുവിൻ്റെ മകൻ ഖാഫ്രയുടെ പിരമിഡ്. മുകളിൽ ആ തൊപ്പി പോലെ കാണുന്നത് കണ്ടോ? വളരെ സ്മൂത്തായൊരു ലൈം സ്റ്റോൺ കേസിംഗ് ആണത്. പിരമിഡുകളെല്ലാം തന്നെ ഈ ചുണ്ണാമ്പുകല്ല് ആവരണം കൊണ്ട് വളരെ മിനുസമുള്ളവയായിരുന്നു. കാലപ്പഴക്കം കൊണ്ട് ഈ കേസിംഗ് നഷ്ടപ്പെടുകയുണ്ടായി. ദേ ഈ കാണുന്നതാണ് മെൻകൗറയുടെ പിരമിഡ്. അതിന് മുന്നിൽ 3 ചെറിയ പിരമിഡുകൾ കൂടി നമുക്ക് കാണാം. എല്ലാ പിരമിഡുകളും കൂടി ഒരുമിച്ച് കാണാൻ കഴിയുന്നൊരു പനോരമ വ്യൂ പോയിന്റാണിത്. ഈ വർഷം മാർച്ചിൽ പിരമിഡിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ മുകളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ഇടനാഴി കണ്ടെത്തിയതായി ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. 30 അടി നീളമുള്ള ഈ പാത നിഗൂഢമായ ആന്തരിക അറകളെക്കുറിച്ചുള്ള കൂടുതൽ ഗവേഷണത്തിനുള്ള ഒരു കുതിച്ചുചാട്ടമായിരിക്കും. നേച്ചർ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനമനുസരിച്ച് 2015 മുതൽ പിരമിഡുകൾ നിരവധി സ്കാനുകൾക്ക് വിധേയമാണ്. സ്കാൻ പിരമിഡ്സ് എന്നറിയപ്പെടുന്ന ഒരു ഇൻ്റർനാഷണൽ പാർട്ണർഷിപ്പിലൂടെ ലോകമെമ്പാടുമുള്ള നിരവധി ഗവേഷകർ കോസ്മിക് റേ ഇമേജിങ്ങും ഇൻഫ്രാറെഡ് തെർമോഗ്രാഫിയും ഉപയോഗിച്ച് പിരമിഡുകൾക്കുള്ളിലെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കണ്ടെത്തിയ ഇടനാഴി പോലെ നിരവധി ശൂന്യമായിട്ടുള്ള അറകൾ പിരമിഡുകൾക്കുള്ളിൽ കണ്ടെത്താൻ ഈ സ്കാനുകൾ സഹായിച്ചിട്ടുണ്ട്. 2017 98 അടി നീളമുള്ള ഒരു നിഗൂഢ അറ കണ്ടെത്തിയിരുന്നു. അത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഇതുവരെ ഒരു നിഗമനത്തിലെത്തിയിട്ടില്ല. പിരമിഡുകളെപ്പോലെ തന്നെ ലോകപ്രശസ്തമായിട്ടുള്ള ഒരു സംഗതിയാണ് സ്ഫിങ്സ് പ്രതിമ. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള സ്ഫിങ്സ് ഈജിപ്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മോണുമെൻ്റൽ സ്ട്രക്ചർ കൂടിയാണ്. പുരാതന ഈജിപ്ത്, ഗ്രീസ്, പേർഷ്യ, ബാബിലോൺ എന്നിവിടങ്ങളിലൊക്കെയുള്ള ചരിത്രത്തിൽ മനുഷ്യൻ്റെ മുഖവും ജന്തുക്കളുടെ ഉടലുമുള്ള സ്ഫിങ്സ് എന്ന ഈ സാങ്കല്പിക ജീവിയുടെ പ്രതിമകളും ചിത്രങ്ങളും ഒക്കെ കാണാനാകും. ഫറോ കുഫുവിൻ്റെ മകൻ ഖാഫ്രയാണ് ഈ സ്ഫിങ്സ് പണികഴിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ മുഖത്തോട് സാദൃശ്യമുള്ള രീതിയിലാണ് ഇത് കൊത്തിയെടുത്തിട്ടുള്ളത്. സ്ഫിങ്സിൻ്റെ മൂക്ക് നശിപ്പിച്ചത് നെപ്പോളിയൻ ചക്രവർത്തിയാണെന്നും അദ്ദേഹമല്ല മുഹമ്മദ് സൈ അൽ ദഹർ എന്ന സൂഫി മുസ്ലിം ഇത് മനഃപൂർവ്വം വെട്ടിക്കളഞ്ഞതാണെന്നും ഒക്കെയുള്ള കഥകൾ പ്രചാരത്തിലുണ്ട്. എന്നാൽ ഇവർക്കൊക്കെ വളരെ മുൻപേ തന്നെ സ്ഫിങ്സിൻ്റെ നാശം തുടങ്ങിയിരുന്നു എന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ മറക്കാനാകാത്തൊരു എക്സ്പീരിയൻസുമായി ഞങ്ങൾ ഗിസയോട് വിട പറഞ്ഞ് തിരിച്ച് കൈറോയിലേക്ക്.